പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ 77ാം റിപ്പബ്ലിക് ദിന ആശംസകൾ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കായി മാറുന്നത് 1950 ജനുവരി 26. എന്താണ് റിപ്പബ്ലിക് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ അധികാരം അത് പാരമ്പര്യമായി ലഭിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനങ്ങളുടെ ഇടപെടലുകളിലൂടെ കൃത്യമായ ഇടവേളകളിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് ഒരു റിപ്പബ്ലിക്കിലെ ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ എന്നുള്ളത്. 1949 നവംബർ 26 തന്നെ ഇന്ത്യയുടെ ഭരണഘടന പൂർണ്ണമായി സജ്ജമായിരുന്നുവെങ്കിലും 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാൻ, ആ ഭരണഘടന ഒരു സ്വതന്ത്ര ഭരണഘടനയായി പ്രഖ്യാപിക്കാൻ ചരിത്രപരമായ കാരണമുണ്ട്. ആ കാരണം എന്തെന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് ലാഹോറിൽ വെച്ച് നടക്കുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് പൂർണ്ണ സ്വരാജ്, അതായത് ഇന്ത്യയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്നുള്ള ലക്ഷ്യം പ്രഖ്യാപിക്കുന്നു. 1929 ഡിസംബറിൽ നടന്ന ആ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പൂർണ്ണ സ്വരാജിന് ശേഷം എല്ലാ വർഷവും 1930 ജനുവരി 26 മുതൽ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഈ 1930 തുടങ്ങിയ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു വരുന്ന ആ ചടങ്ങ് നടന്നു പോന്നു. അതുകൊണ്ട് ആ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജനുവരി 26 തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആയി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.